सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश धारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुगमुखात् अमृतद्रवसंयुतं पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयामुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्ठिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय ഗോവിന്ദായ നമോ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയത് ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായം, നാരദന്റെ ശ്രീമദ് ഭാഗവത നിർദ്ദേശങ്ങൾ. വ്യാസദേവൻ ഗുരുവായിട്ടുള്ള ശ്രീ നാരദ മഹർഷിയെ ധ്യാനിച്ച സമയത്ത് നാരദ മഹർഷി വ്യാസദേവന്റെ മുന്നിൽ പ്രത്യക്ഷനാവുകയും വ്യാസദേവന്റെ രചനയിലെ ന്യൂനതകളെ ശ്രീ നാരദ മഹർഷി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. പ്രധാനമായും നാരദ മഹർഷി പറഞ്ഞ 2 ന്യൂനതകൾ. ഒന്ന്, പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ പവിത്രമായിട്ടുള്ള ലീലകളെ വിശദമായിട്ട് അങ്ങയുടെ കൃതികളിൽ വർണ്ണിക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ ന്യൂനത. 2-ാമത്തെ ന്യൂനത പറഞ്ഞത്, അങ്ങയുടെ കൃതികളിൽ, വേദങ്ങളിൽ ധർമാർത്ഥ കാമമോക്ഷങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അത് വായിക്കുന്ന ജനങ്ങളും വിചാരിക്കും ജീവിതത്തിന്റെ ലക്ഷ്യം ഈ ഭൗതിക ലോകത്ത് തന്നെ ധാർമ്മികമായി ജീവിച്ച് ഇവിടെ തന്നെ സുഖസൗകര്യങ്ങൾ ഒരുക്കുക, യജ്ഞങ്ങളും ദാനങ്ങളും തപസ്സുകളും ഒക്കെ ചെയ്ത് ഈ ഭൗതിക ലോകത്തിൽ തന്നെ സുഖമായി ജീവിക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് അവർ തെറ്റായിട്ട് വിചാരിക്കും. എന്തിനു വേണ്ടിയാണ് യജ്ഞം ചെയ്യുന്നത്, എന്തിനാണ് ദാനം ചെയ്യുന്നത്, എന്തിനാണ് തപസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം, വേദത്തിന്റെ ഉദ്ദേശം വിശദമായിട്ട് വർണ്ണിക്കാത്തത് കൊണ്ട് അവർ അതിന്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുന്നതിന്റെ പ്രാധാന്യം നാരദ മഹർഷി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ ലീലകളെ വർണ്ണിക്കാത്ത കൃതികളെല്ലാം ഖലു അല്ലെങ്കിൽ അപ്രധാനമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ അതീന്ദ്രിയമായിട്ടുള്ള മഹത്വങ്ങൾ വർണ്ണിക്കാത്ത സാഹിത്യങ്ങൾ, അത് വേദസാഹിത്യങ്ങളാണെങ്കിൽ പോലും അത് അപ്രധാനമാണ്, അത് ഭക്തന്മാർ സ്വീകരിക്കേണ്ട ആവശ്യമില്ല എന്ന് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വേദവ്യാസൻ രചിച്ചിട്ടുള്ള എല്ലാ ഗ്രന്ഥങ്ങളും അപ്രധാനമായിട്ടാണ് നാരദ മഹർഷി കണക്കാക്കിയത്. കാരണം അതിൽ ഭഗവാന്റെ ലീലകളെ വളരെ വിശദമായിട്ട് വർണ്ണിക്കുന്നില്ല. അങ്ങനെ വർണ്ണിക്കാത്ത കൃതികൾ വായിക്കുന്ന സമയത്ത് അവർക്ക് ജീവിതത്തിന്റെ ലക്ഷ്യം ഭഗവാന്റെ സേവനം ചെയ്യുകയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ കഴിയാതെ പോകും. അങ്ങനെ അവർ മറ്റു പല വഴിയിലും ചിന്നിച്ചിതറി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങ് ചെയ്തിട്ടുള്ളത് തെറ്റായിട്ടുള്ള കാര്യമാണ് എന്ന് നാരദ മഹർഷി പറഞ്ഞു. ഭഗവാന്റെ മഹിമകൾ വർണ്ണിക്കാത്ത കൃതികൾ അത് എല്ലാ
വ്യാകരണ നിയമങ്ങൾ അനുസരിച്ച് വളരെ വളരെ ആലങ്കാരികമായിട്ട് വർണ്ണിച്ചിട്ടുള്ളതാണെങ്കിൽ പോലും അത് വായസം തീർത്ഥമാണ്. അത് കാക്കകളുടെ കൂട്ടം കൂടുന്ന സ്ഥലമാണ്, കാക്കകൾ കൂട്ടം കൂടി വരുന്ന സ്ഥലമാണ് എന്നാണ് നാരദ മഹർഷി പറഞ്ഞത്. അതിലൊരിക്കലും അരയന്നങ്ങൾ ആകർഷിതരാകുന്നില്ല. ഇനി ഭഗവാന്റെ ലീലകൾ, ഭഗവാന്റെ മഹത്വങ്ങൾ വർണ്ണിച്ചിട്ടുള്ളത് യഥാർത്ഥമായിട്ടുള്ള എല്ലാ വ്യാകരണ നിയമങ്ങളും അനുസരിക്കാതെയാണെങ്കിൽ പോലും പ്രതിശ്ലോകം അബദ്ധവത്തപി എന്ന് പറയുന്നത്, യസ്മിൻ പ്രതിശ്ലോകം അബദ്ധവത് അപി, ഓരോ ശ്ലോകത്തിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അത് വലിയ പ്രാധാന്യമുള്ളതാണ്. അത് ഭക്തന്മാർ അംഗീകരിക്കും. ശൃണ്ണന്തി ഗായന്തി ഗൃണന്തി സാധവ, ഭക്തന്മാർ അത് സ്വീകരിക്കും, വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. അതിൽ അക്ഷരത്തെറ്റുണ്ട് എന്നൊന്നും അവർ പറയുകയില്ല. അവർ അത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാന്റെ മഹിമകൾ കീർത്തിക്കുന്നത്, ഭഗവാന്റെ മഹിമകൾ വർണ്ണിക്കുന്നത് അത്രയും പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം നാരദ മഹർഷിയുടെ ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കാനുള്ള യോഗ്യതയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ടായി. നാരദ മഹർഷിക്ക് ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കാനുള്ള കഴിവുണ്ട്. കാരണം എന്താണ്? നാരദ മഹർഷി സത്യത്തിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ്. ഭഗവാൻ നാരദ മഹർഷിയുടെ ദർശനം വളരെ കൃത്യമാണ്. അദ്ദേഹം ആത്മീയ പാതയിൽ ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് വ്യാസദേവന് ഭഗവാന്റെ ലീലകളെ കുറിച്ച് ധ്യാനിക്കുന്നതിനും സമാധിയിൽ ധ്യാനിക്കുന്നതിനും അത് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നതിനും ജനങ്ങൾക്ക് വേണ്ടി അത് വിശദീകരിച്ചു കൊടുക്കുന്നതിനും സാധിക്കും, അതിനുള്ള യോഗ്യതയുണ്ട് എന്ന് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. ആ ലീലകൾ ജനങ്ങളെ മുഴുവൻ, ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള ലീലകൾ ജനങ്ങൾ ശ്രവിച്ചു കഴിഞ്ഞാൽ ആ ജനങ്ങളെ മുഴുവൻ മുക്തരാക്കാൻ ശക്തിയുള്ളതാണ് ഭഗവാന്റെ ലീലകൾ എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉരുക്രമസ്യാഖിലബന്ധമുക്തയെ സമാധിനാനുസ്മര തദ്വിചേഷ്ടിത. ആ ഉരുക്രമന്റെ, ഭഗവാന്റെ ലീലകൾ ഉരുക്രമസ്യ അഖില ബന്ധമുക്തയെ എന്നാണ് പറയുന്നത്. ജനങ്ങളുടെ എല്ലാ ഭൗതിക ബന്ധനങ്ങളിൽ നിന്നും അവരെ മുക്തരാക്കാൻ സാധിക്കുന്നതാണ് ഭഗവാന്റെ ലീലകൾ എന്ന് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് അങ്ങ് സമാധിയിൽ ഭഗവാന്റെ ലീലകൾ അനുസ്മരിക്കണം, അത് ജനങ്ങൾക്ക് വേണ്ടി വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയും വേണം എന്ന് നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. അങ്ങനെ ജനങ്ങൾക്ക് ഭഗവാന്റെ ഭക്തിയിലേക്ക് നേരിട്ട് എത്തിച്ചേരാൻ സാധിക്കും. അങ്ങനെ ഭഗവാന്റെ ഭക്തിയിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നും വീണ്ടും പതിച്ചാലും കുഴപ്പമില്ല, വീണ്ടും ഭൗതികതയിലേക്ക് വീണുപോയാലും യാതൊരു നഷ്ടവുമില്ല എന്നുള്ള കാര്യം നാരദ മഹർഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു. തെക്വാ സ്വധർമ്മം ചരണാംബുജം ഹരേ ഭജൻ അഭക്കോ അധപദേ തതോ യതി യത്ര ക്വവാ അഭദ്രം അഭൂതമുഷ്യകിം കോവാർത്ത അപ്തോ അപജതാം സ്വധർമ്മത. ഒരു വ്യക്തി ഭക്തിയിലേക്ക് വന്ന് അപക്വമായി ഭജിച്ചു, അതിനുശേഷം വീണ്ടും ഭൗതികതയിലേക്ക് വീണുപോയി, അതിന് യാതൊരു നഷ്ടവുമില്ല എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? കുറച്ചു കാലം ഭജിച്ചതിന്റെ നേട്ടം അദ്ദേഹത്തിന് പെർമനന്റ് ആയിട്ട് കിട്ടും, അതൊരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നില്ല. പക്ഷേ ഭൗതിക കർമ്മങ്ങൾ 100% പൂർണ്ണമായിട്ടും ചെയ്ത ഒരു വ്യക്തിക്ക് എന്താണ് നേട്ടം എന്നാണ് നാരദ മഹർഷി ചോദിക്കുന്നത്. കാരണം അതിന്റെ നേട്ടമെല്ലാം ഈ ജന്മത്തോടു കൂടി അവസാനിക്കും. അത് ഭൗതികമായിട്ടുള്ള നേട്ടമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാകുന്നില്ല. അപ്പോൾ കുറച്ചെങ്കിലും ജനങ്ങളെ ഭക്തിയിലേക്ക് വരാൻ സഹായിക്കുന്ന
ഭഗവാന്റെ ലീലകൾ വിശദമായി വർണ്ണിക്കുകയാണ് അങ്ങ് ചെയ്യേണ്ടത് എന്ന് നാരദ മഹർഷി വ്യാസദേവന് നിർദ്ദേശം നൽകി. അത്രയും കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 18ാമത്തെ ശ്ലോകം വരെ വായിച്ചു എന്നാണ് വിചാരിക്കുന്നത്. തസ്യൈവ ഹേതോ പ്രയതേത ഗോപിതോ ന ലഭ്യതേ യത് ഭ്രമതാം ഉപര്യഥ തല്ലഭ്യതേ ദുഃഖവദന്യത സുഖം കാലേന സർവത്ര കബീരരംഭസ. അതിനു വേണ്ടിയിട്ടാണ് ബുദ്ധിമാന്മാരായിട്ടുള്ള വ്യക്തികളൊക്കെ പ്രയത്നിക്കുന്നത്. തസ്യൈവ ഹേതോ പ്രയതേത ഗോപിതോ, ഇതിനു വേണ്ടിയിട്ട് ഭഗവാന്റെ ഭക്തിയിൽ എത്തിച്ചേരാൻ വേണ്ടി. അതാണ് ഒരിക്കലും നഷ്ടപ്പെടാത്ത നേട്ടം ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. ഭക്തിയിലൂടെയാണ് ഒരിക്കലും നഷ്ടപ്പെടാത്ത നേട്ടം ഉണ്ടാകുന്നത്. ബാക്കിയുള്ളതെല്ലാം നഷ്ടപ്പെടുന്നതാണ്. തസ്യൈവ ഹേതോ പ്രയതേത കോവിദോ ന ലഭ്യതേ യത് പ്രമദാം ഉപര്യത. ആ ഭക്തി എവിടെ നിന്നും ലഭിക്കാൻ സാധ്യതയില്ല. 14 ലോകങ്ങളിലും ചുറ്റി സഞ്ചരിച്ചത് കൊണ്ട് നമുക്ക് ആ ഭക്തിയിലേക്ക് എത്താൻ സാധിക്കുകയില്ല. വേദങ്ങളിലെ എല്ലാ നിർദ്ദേശങ്ങളും പാലിച്ചത് കൊണ്ടും നമ്മൾക്ക് ആ ഭക്തിയിലെത്താൻ സാധിക്കുകയില്ല. ന ലഭ്യതേ യത് പ്രമദാം ഉപര്യത തല്ലഭ്യതേ ദുഃഖവദന്യത സുഖം കാലേന സർവത്ര ഗഭീരരംഭസ. അതുകൊണ്ട് ഒരു വ്യക്തി ഏത് നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കേണ്ടത്? ഭഗവാന്റെ ഭക്തിയിലെത്തുക എന്നുള്ള നേട്ടത്തിന് വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ ഭൗതിക നേട്ടത്തിന് വേണ്ടി ആയിരിക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞു. ഭൗതിക നേട്ടവും ഭൗതികമായിട്ടുള്ള നഷ്ടവും കാലത്താൽ വന്നു ചേരുന്നതാണ്. അത് നമ്മൾ പ്രയത്നിച്ചാലും പ്രയത്നിച്ചില്ലെങ്കിലും വന്നു ചേരുമെന്ന് പറയും. അതിനുള്ള ഉദാഹരണം നാരദ മഹർഷി പറയുന്നത് തല്ലഭ്യതേ ദുഃഖവദന്യത സുഖം. ദുഃഖം ആഗ്രഹിക്കാതെ തന്നെ ദുഃഖം വന്നു ചേരുന്നു. ദുഃഖം വരണമെന്ന് വിചാരിച്ച ഒരു വ്യക്തിയും പ്രയത്നിക്കുന്നില്ല. എനിക്ക് ദുഃഖം ഉണ്ടാകണം എന്ന് വിചാരിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആരും പ്രയത്നിക്കുന്നില്ല. പക്ഷെ ദുഃഖം വന്നു ചേരുന്നുണ്ട്. അതെങ്ങനെയാണ് വന്നു ചേരുന്നത്? കാലത്താൽ വന്നു ചേരുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് ഈ ശരീരത്തിൽ ലഭിക്കേണ്ട സുഖവും കാലക്രമേണ വന്നു ചേരുന്നതാണ്. അതങ്ങനെ വന്നുകൊള്ളും. അതുകൊണ്ട് അതിനധികം സമയം ചെലവാക്കേണ്ട ആവശ്യമില്ല എന്നാണ് നാരദ മഹർഷി പറയുന്നത്. നമ്മൾക്ക് ഒരിക്കലും ലഭിക്കാത്ത, ഒരുപാട് ജന്മങ്ങളായിട്ട് നമ്മൾക്ക് ലഭിക്കാത്ത ഭക്തിക്ക് വേണ്ടിയിട്ടാണ് ഒരു വ്യക്തി പ്രയത്നിക്കേണ്ടത്. തസ്യൈവ ഹേതോ പ്രയതേത കോവിദോ. അത് മാത്രമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്നുള്ള കാര്യം വ്യാസദേവന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അങ്ങയുടെ വേദസാഹിത്യങ്ങളൊക്കെ വായിക്കുന്ന സമയത്ത് ഈ ലക്ഷ്യം വ്യക്തമാകുന്നില്ല. അതുകൊണ്ട് അവര് പല കാര്യത്തിന് വേണ്ടിയും പ്രയത്നിക്കും. അല്ലെ, വേദങ്ങളിൽ യജ്ഞങ്ങളൊക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ യജ്ഞം ചെയ്യും. അല്ലെങ്കിൽ ദാന പദ്ധതികളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ദാനം ചെയ്യും. അല്ലെങ്കിൽ സത്കർമ്മങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ നല്ല കർമ്മം ചെയ്ത് ജീവിക്കും. ഇങ്ങനെയൊക്കെ അവർ തെറ്റായിട്ട് ജീവിതത്തിന്റെ ലക്ഷ്യത്തിനെ വിചാരിക്കും. ജീവിതത്തിന്റെ ലക്ഷ്യം ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഭഗവാനെ ശരണം പ്രാപിക്കുക, ഭഗവാന്റെ സേവനത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് യഥാർത്ഥ ലക്ഷ്യം. അത് വിശദമായിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം എന്ന് നാരദ മഹർഷി നിർദ്ദേശിച്ചു. അടുത്ത ശ്ലോകത്തിൽ 19ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, അങ്ങനെ ഭഗവാന്റെ ഭക്തിയിലേക്ക് എത്തിയ ഒരു വ്യക്തി ഒരിക്കലും വീണുപോകുന്നില്ല. ഭഗവാന്റെ കഥാരുചി, ഭഗവാനെ കുറിച്ച് കേൾക്കാനുള്ള കഥാരുചി ലഭിച്ച ഒരു വ്യക്തി ഒരിക്കലും വീണുപോകുന്നില്ല. ഇനി അഥവാ വീണാലും അതൊരു സാധാരണ വ്യക്തിയുടെ വീഴ്ച പോലെയല്ല എന്ന് പറയുന്നു. 19ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, നവൈജനോ ജാതു കഥഞ്ചന വ്രജേ മുകുന്ദ സേവ്യൻ നവതംഗ സംസ്കൃതി സ്മരൻ മുകുന്ദാഗ്രി ഉപകുഹനം പുനർ വിഹാതുമിച്ഛേന രസഗ്രഹോചന. ഒരു പ്രാവശ്യം ഭഗവാന്റെ ആ പാദമങ്കജങ്ങളുടെ രുചി ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് അതൊരിക്കലും മറക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. ഇതെല്ലാം നാരദമുനി സ്വന്തം അനുഭവം വെച്ച് പറയുന്നതാണ്. നാരദ മഹർഷി വെറുതെ പറയുന്നതല്ല, സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. നാരദ മഹർഷിക്ക് ഇങ്ങനെയുള്ള അനുഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഭഗവാന്റെ ദർശനം ലഭിച്ച വ്യക്തിയാണ്. പൂർവജന്മത്തിൽ തന്നെ ഭഗവാന്റെ ദർശനം ലഭിച്ച വ്യക്തിയാണ് നാരദ മഹർഷി.
അപ്പോൾ ഒരു പ്രാവശ്യം ഭഗവാന്റെ കഥാരുചി അല്ലെങ്കിൽ ഒരു ഭഗവത് അനുഭവം, ഭഗവാനെ കുറിച്ചുള്ള ഒരു അനുഭവം ജീവിതത്തിൽ ഒരു പ്രാവശ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരിക്കലും മറക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത്. കാരണം നാരദ മഹർഷിക്കും പൂർവ്വജന്മത്തിൽ ഒരു പ്രാവശ്യമേ ഭഗവാന്റെ ദർശനം ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ അത് നാരദ മഹർഷി ഒരിക്കലും മറന്നിട്ടില്ല. അത്രയ്ക്കും ശക്തമായിരുന്നു ആ ഒരു അനുഭവം. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു വ്യക്തി ഇനി ഭൗതികതയിലേക്ക് വീണാലും അത് ഒരു സാധാരണ വീഴ്ചയല്ല എന്നാണ് പറയുന്നത്. സാധാരണ വ്യക്തി വീണു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഭൗതികതയിലേക്ക് വീണു പോകും. പക്ഷെ ഭഗവാന്റെ ഭക്തൻ വീണു പോയി കഴിഞ്ഞാലും ആ വ്യക്തി, ആ ഭക്തൻ ഉള്ളിൽ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാണ്. ഉള്ളിൽ ഭഗവാനെ കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ട് ആ വ്യക്തി പെട്ടെന്ന് തന്നെ തിരിച്ചു വരാൻ ആ വ്യക്തിക്ക് സാധിക്കും. കാരണം എന്താണ്? മനസ്സൊരിക്കലും ഭൗതികതയിലേക്ക് പിന്നീട് പോകുന്നില്ല, ഭഗവാനിലേക്ക് തന്നെ തിരിഞ്ഞിരിക്കും ഒരു പ്രാവശ്യം ഭഗവാന്റെ ഒരു അനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ന് പറയും. അപ്പോൾ ഭഗവത് അനുഭവം ഉണ്ടാകാൻ ഭഗവാന്റെ ലീലകളെ കുറിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അതീന്ദ്രിയമായിട്ടുള്ള ലീലകൾ അങ്ങ് വർണ്ണിക്കണം എന്നാണ് ഇവിടെ നാരദ മഹർഷി ഉദ്ദേശിക്കുന്നത്. ഇനി ഭഗവാന്റെ ലീലകളെ കൂടാതെ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളെ കുറിച്ചുകൂടി ഭാഗവതത്തിൽ പരാമർശിക്കണം എന്ന് 20ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. ഇതം ഹി വിശ്വം ഭഗവാൻ നിവേതരോ യഥോ ജഗത്സ്ഥാന നിരോധ സംഭവ തദ്ധി സ്വയം വേദ ഭവാംസ്തഥാപിതേ പ്രാദേശമാത്രം ഭവതാ പ്രദർശിതം. ഇതം ഹി വിശ്വം ഭഗവാൻ നിവേതരോ, ഈ വിശ്വം മുഴുവൻ ഭഗവാൻ തന്നെയാണ്. അല്ല, ഒരു തരത്തിൽ ഭഗവാന്റെ ശക്തിയാണ് ഈ വിശ്വം മുഴുവൻ. യഥോ ജഗത് സ്ഥാന നിരോധ സംഭവ, ഈ ജഗത്ത് മുഴുവൻ ഉണ്ടായിട്ടുള്ളതും ജഗത്തിന്റെ ഉറവിടവും ഈ ജഗത്തിന്റെ ഉറവിടവും ഭഗവാൻ തന്നെയാണ്. അതേപോലെ ജഗത്ത് സ്ഥിതി ചെയ്യുന്നതും ഭഗവാനിൽ തന്നെയാണ്. ഇതെല്ലാം ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളാണ്. ഈ ഭൗതിക ലോകം എന്ന് പറയുന്നതും ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളാണ്. അപ്പോൾ ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, ഭഗവാൻ സൃഷ്ടി എങ്ങനെയാണ് ചെയ്തത്, ആ സൃഷ്ടിയെ ഭഗവാൻ എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്, ഈ വക കാര്യങ്ങൾ കൂടി ഭാഗവതത്തിൽ ഉൾക്കൊള്ളിക്കണം എന്നുള്ള കാര്യം നാരദ മഹർഷി പറയുന്നത്. പ്രാദേശമാത്രം ഭവത പ്രദർശിതം, ഞാൻ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് നാരദ മഹർഷി പറയുന്നു. പ്രാദേശമാത്രം, അങ്ങ് എന്തൊക്കെയാണ് വിശദീകരിക്കേണ്ടത് എന്ന് ഞാനൊന്ന് ചുരുക്കി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പ്രധാനമായിട്ടും ഭഗവാന്റെ ലീലകൾ വിശദമായിട്ട് പറയണം. പിന്നീട് ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള ശക്തികളെ കുറിച്ച് പറയണം. ഭഗവാന്റെ സൃഷ്ടി, ഈ ഭൗതിക പ്രകൃതിയുടെ പ്രവർത്തനം, ഇതെല്ലാം അങ്ങ് ആ ഭാഗവതത്തിൽ ഉൾക്കൊള്ളിക്കണം എന്ന് പറയും. അപ്പം അങ്ങേക്ക് അതിനുള്ള കഴിവുണ്ട്. കാരണം അങ്ങ് സാധാരണ ഒരു വ്യക്തിയല്ല. വ്യാസദേവൻ ഒരു സാധാരണ വ്യക്തിയല്ല. അല്ല, വ്യാസദേവൻ ഭഗവാന്റെ തന്നെ അവതാരമാണ്. അപ്പൊ ഭഗവാന് മാത്രമേ ഭഗവാനെ കുറിച്ച് വർണ്ണിക്കാൻ സാധിക്കുകയുള്ളൂ. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഭഗവാൻ അങ്ങേക്ക് മാത്രമേ അങ്ങയെ കുറിച്ച് അറിയുകയുള്ളൂ എന്ന് അർജുനൻ പറയുന്നുണ്ട്. ദേവന്മാർക്കോ ഋഷിമാർക്കോ ഒന്നും അങ്ങയെക്കുറിച്ച് അറിയില്ല. ആർക്ക് മാത്രമാണ് അങ്ങയെക്കുറിച്ച് അറിയുന്നത്? അങ്ങേക്ക് മാത്രമാണ് അങ്ങയെക്കുറിച്ച് അറിയുന്നത്. അപ്പോൾ വ്യാസദേവൻ ഭഗവാൻ തന്നെയാണെന്ന് നാരദ മഹർഷിക്ക് അറിയാം. അതുകൊണ്ട് അങ്ങയെ വർണ്ണിക്കാനുള്ള ആ ശക്തിയുണ്ട്. അതങ്ങ് ജനങ്ങളുടെ മംഗളത്തിനായിട്ട്, മുഴുവൻ ലോകത്തിന്റെയും നന്മയ്ക്കായി അങ്ങ് ചെയ്യണം എന്ന് നാരദ മഹർഷി പറയുകയാണ് 21ാമത്തെ ശ്ലോകത്തിൽ. ത്വമാത്മനാത്മനം അവേഹ്യമോഘദൃക് പരസ്യ പുംസാ പരമാത്മന കലാം അജം പ്രജാതം ജഗത ശിവായത മഹാനുഭാവാഭ്യുദയോധിഗണ്യതാം. ആത്മനാത്മാനം അവേഹ്യമോഘദൃക്, എനിക്ക് സ്വയം ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. കാരണം എന്താണ്? പരസ്യ പുംസ പരമാത്മന കല, അങ്ങ് ഭഗവാന്റെ ഒരു അവതാരം തന്നെയാണ്, അങ്ങ് ഭഗവാൻ തന്നെയാണ്. കല എന്ന് പറയുന്നത് ഭഗവാന്റെ ഒരു അംശ അവതാരമാണ്. അപ്പൊ വ്യാസദേവൻ ഒരു സാധാരണ വ്യക്തിയല്ല. വ്യാസദേവൻ ഭഗവാൻ നാരായണൻ തന്നെയാണ്, അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു അവതാരമാണ് എന്നുള്ള കാര്യം ഇവിടെ നാരദ മഹർഷി എടുത്തു പറയുന്നുണ്ട്. അജം പ്രജാതം ജഗത ശിവായത. അജം പ്രജാതം, അങ്ങ് ഒരിക്കലും ജനിക്കേണ്ടാത്ത വ്യക്തിയാണ്.
അങ്ങ് ഒരിക്കലും ഈ ഭൗതിക ലോകത്തിലേക്ക് വരേണ്ട ആവശ്യമില്ല. ഭഗവാൻ ഭഗവത്ഗീതയിലും പറയുന്നുണ്ട്, അജോപിസൻ അഭ്യാത്മ ഭൂതാനാം ഈശ്വരോപിസൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമി ആത്മമായ. ഞാൻ ഒരിക്കലും ജനിക്കേണ്ടാത്ത വ്യക്തിയാണ്. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്? സംഭവാമി ആത്മമായ. ഞാൻ എൻ്റെ കാരുണ്യം കൊണ്ട് മാത്രമാണ് വന്നിട്ടുള്ളത് എന്നാണ് ഭഗവാൻ പറയുന്നത്. ജീവാത്മാക്കളോടുള്ള കാരുണ്യം കൊണ്ടാണ് ഭഗവാൻ അവതരിക്കുന്നത്. അല്ലെങ്കിൽ ഭഗവാൻ അവതരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതേ കാര്യം ഇവിടെ നാരദ മഹർഷിയും പറയുന്നുണ്ട് വ്യാസദേവനെ കുറിച്ച്. അജം പ്രജാതം ജഗത ശിവായതൻ. അങ്ങ് അച്ഛനാണ്, ജനിക്കേണ്ടാത്ത വ്യക്തിയാണ്, പക്ഷെ അങ്ങ് ജനിച്ചു. പ്രജാതം, അങ്ങ് ഇവിടെ അവതരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? ജഗത ശിവായത. ഈ ജഗത്തിന്റെ മുഴുവൻ, ഈ ലോകത്തിന്റെ മുഴുവൻ മംഗളത്തിന് വേണ്ടിയിട്ടാണ്, നന്മയ്ക്ക് വേണ്ടിയാണ്, ആ ലോകത്തിലുള്ള വ്യക്തികളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ് അങ്ങ് അവതരിച്ചിട്ടുള്ളത്. മഹാനുഭാവാഭ്യുദയോതിഗണ്യത. അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം? ജനങ്ങൾക്കുള്ള നന്മ എന്താണ്? മഹാനുഭാവോ, ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാൻ ശ്രീകൃഷ്ണനെയാണ് ഇവിടെ മഹാനുഭാവ എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ പരമപുരുഷനായിട്ടുള്ള ഭഗവാന്റെ അഭ്യുദയോ, ഭഗവാന്റെ ലീലകൾ, അഭ്യുദയം, ഭഗവാന്റെ ലീലകൾ അതിഗണ്യത. വിശദീകരിച്ച് പറയണം, അല്ലെ? കുറച്ച് പറഞ്ഞാൽ പോരാ. വേദങ്ങളിലും മഹാഭാരതത്തിലും പറഞ്ഞതുപോലെ കുറച്ച് പറഞ്ഞാൽ പോരാ. മറ്റുള്ളതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഭഗവാന്റെ ലീലകൾ വർണ്ണിച്ചാൽ പോരാ. ഭഗവാന്റെ ലീലകൾ വളരെ വിശദമായിട്ട്, അതിഗണ്യത, അതിവിപുലമായിട്ട് ഭഗവാന്റെ ലീലകൾ യാതൊരു പിശുക്കുമില്ലാതെ, യാതൊരു ലോപവുമില്ലാതെ അങ്ങ് വിശദീകരിച്ച് ഭഗവാന്റെ ലീലകൾ പറയണം. അത് ജനങ്ങളുടെ മുഴുവൻ നന്മയ്ക്കായിട്ട് ഭവിക്കും എന്ന് നാരദ മഹർഷി പറഞ്ഞു. അങ്ങേക്ക് അതിന് സാധിക്കും, കാരണം അങ്ങ് ഭഗവാന്റെ തന്നെ അവതാരമാണ് എന്ന് പറഞ്ഞു. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ജീവാത്മാവിന്റെ ജീവിത ലക്ഷ്യം എന്നുള്ള കാര്യം കൂടി നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. എന്താണ് ഒരു ജീവാത്മാവിന്റെ ജീവിത ലക്ഷ്യം? അവസാനം ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുക. ഇത്രയും ജന്മങ്ങളൊക്കെ ഒരു ജീവാത്മാവ് എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെ? ബഹൂനാം ജന്മനാം അന്തേ ജ്ഞാനവാൻ മാം പ്രപത്തി. ഒരുപാട് ജന്മത്തിലെ ജ്ഞാനം കൊണ്ട് ഒരു വ്യക്തിക്ക് ഭഗവാൻ വാസുദേവനെ മനസ്സിലാക്കാനും ഭഗവാനെ ശരണം പ്രാപിക്കാനും സാധിക്കും പറയുന്നു. ഒരു വ്യക്തി എല്ലാ ജന്മങ്ങളിലും ജ്ഞാനമാർജിക്കുന്നത്, എല്ലാവിധ സാംസ്കാരിക പ്രക്രിയകളും ചെയ്യുന്നത്, വേദങ്ങൾ പഠിക്കുന്നത്, യജ്ഞദാന തപസ്സുകളെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭഗവാനെ മനസ്സിലാക്കാനും ഭഗവാന്റെ ലീലകൾ ശ്രവിക്കുന്നതിനും അവസാനം ഭഗവാനെ കീർത്തിക്കുന്നതിനും വേണ്ടിയാണ്, അല്ലെ? ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന, ഒരു ജീവാത്മാവിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രവൃത്തി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഭഗവാനെ കീർത്തിക്കുക എന്നുള്ളത്. അതാണ് ഒരു ജീവാത്മാവിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. അതിനപ്പുറത്തേക്കൊന്നുമില്ല, അല്ലെ? മുക്തിക്ക് ശേഷവും നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഭഗവാനെ കീർത്തിക്കുക എന്നുള്ളതാണ്. മുക്താത്മാക്കളൊക്കെ ചെയ്യുന്നത് അത് തന്നെയാണ്. നാരദ മഹർഷി, വ്യാസദേവൻ, ഇവരൊക്കെ മുക്താത്മാക്കളാണ്. അവര് ഭൗതികരായിട്ടുള്ള ആത്മാക്കളല്ല. അവരെന്താണ് ചെയ്യുന്നത്? അവർ ഭഗവാനെ കീർത്തിക്കുകയാണ് ചെയ്യുന്നത്. ആ ഭഗവാനെ കീർത്തിക്കുന്ന പദവിയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് ജീവാത്മാവിന് എത്താൻ പറ്റുന്ന ഏറ്റവും വലിയ പദവി എന്നിവിടെ നാരദ മഹർഷി 22ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇതം ഹി പുംസ തപസശ്രുതസ്യ വാ സ്വിഷ്ടസ്യ സൂക്തസ്യ ച ബുദ്ധിദത്തയോ അവിച്യുതോർത്ഥ കവിഭിർനിരൂപിതോ യദുത്തമ ശ്ലോക ഗുണാനുവർണ്ണനം. ഇതം ഹി, ഇത് തന്നെയാണ്. ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എന്ന് ഉറപ്പിച്ചു പറയുന്നതിനാണ് ഹി എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇതം ഹി പുംസ തപസശ്രുതസ്യ വാ. ഒരു ജീവാത്മാവിന്റെ എല്ലാ ജന്മത്തിലെയും തപസ്സിന്റെയും, എല്ലാ ജന്മത്തിലെയും ശ്രുതസ്യവ, എല്ലാ ജന്മങ്ങളിലും പഠിക്കുന്നതിന്റെയും, വേദങ്ങൾ പഠിക്കുന്നതിന്റെയും തപസ് ചെയ്യുന്നതിന്റെയും ഉദ്ദേശം എന്താണ്? യദുത്തമ ശ്ലോക ഗുണാനുവർണ്ണനം. അവസാനം ഭഗവാനെ കുറിച്ച് കേട്ട്
ഭഗവാന്റെ ലീലകൾ ശ്രവിച്ച് ഭഗവാനെ കുറിച്ച് കീർത്തിക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഒരു ജീവാത്മാവ് ഇതെല്ലാം ചെയ്യുന്നത്. എന്തെല്ലാം ചെയ്യുന്നത്? പുംസ തപസ ശ്രുതസ്യവ, തപസ് ചെയ്യുന്നത്, തപസ്സുകൾ ചെയ്യുന്നത്, ശ്രുതസ്യവ, വേദങ്ങളൊക്കെ പഠിക്കുന്നത്, സ്വിഷ്ടസ്യ, ത്യാഗങ്ങളൊക്കെ ചെയ്യുന്നത്, വസ്തുക്കൾ ത്യജിക്കുന്നത്, ത്യാഗത്തിനെ കുറിച്ചൊക്കെ വേദങ്ങളിൽ പറയുന്നുണ്ട്. ത്യാഗം ചെയ്യുന്നത്, സൂക്തസ്യ, എല്ലാതരം വിദ്യാഭ്യാസം ചെയ്യുന്നത്, ബുദ്ധിദത്തയോ, എല്ലാവിധ ജ്ഞാനവും നേടുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? അവസാനം ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി ഭഗവാനെ കീർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഭഗവാനെ കീർത്തിക്കാൻ ആരംഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചെയ്ത തപസ്സോ ജ്ഞാനാർജനമോ വിദ്യാഭ്യാസമോ വേദപഠനമോ ഒന്നും പൂർത്തിയായിട്ടില്ല എന്നാണ് അർത്ഥം. പൂർത്തീകരിച്ചു എന്നെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഭഗവാനെ കീർത്തിക്കണം. ഭഗവാനെ കീർത്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചതെല്ലാം ഫലവത്തായി എന്നാണ് അർത്ഥം. ഇതുവരെയുള്ള ജന്മങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയ എല്ലാ വേദങ്ങളും ഭഗവാനെ കീർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഒരു ജീവാത്മാവിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള തലം, ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥ ഭഗവാനെ കീർത്തിക്കുന്ന അവസ്ഥയാണ് എന്ന് പറയും. എന്നിവിടെ നാരദ മഹർഷി പറയുന്നു. ഇതം ഹി പുംസ തപസശ്രുതസ്യ വാ സൃഷ്ടസ്യ സൂക്തസ്യ ച ബുദ്ധിദത്തയോ അവിച്യുതോ അർത്ഥ കവിഭിർനിരൂപിതോ യദുത്തമ ശ്ലോക ഗുണാനുവർണ്ണനം. പണ്ഡിതവൃത്തങ്ങൾ സംശയാതീതമായി നിർണയിച്ചിരിക്കുന്നത് എന്തെന്നാൽ തപസ്യകൾ, വേദാധ്യയനം, പരിത്യാഗം, ശ്ലോകപാരായണം, ബോധദയ എന്നീ വിജ്ഞാന വികാസത്തിന്റെ അപ്രമാദഗതിയായ ഉദ്ദേശം ശ്രേഷ്ഠകാവ്യങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഭഗവാന്റെ അതീന്ദ്രിയ വർണ്ണനകളുടെ പരമകാഷ്ഠ പ്രാപിക്കുകയാണ്. ഭഗവാന്റെ ലീലകൾ മനസ്സിലാക്കി ഭഗവാനെ കീർത്തിക്കുകയാണ് ഒരു ജീവാത്മാവിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥ എന്ന് പറയും. ഭഗവത്ഗീതയിലും ഭഗവാൻ ഇത് പറയുന്നുണ്ട്. സതതം കീർത്തയന്തോ മാം, അതുകൊണ്ട് എല്ലാ സമയം നീ എന്നെ കീർത്തിക്കണം, അതാണ് നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. ചൈതന്യ മഹാപ്രഭുവും ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കീർത്തനീയ സദാഹരി, ഭഗവാനെ കീർത്തിക്കുക. ആ ഭഗവാനെ കീർത്തിക്കാൻ സാധിക്കുന്ന അവസ്ഥയാണ് ഒരു ജീവാത്മാവിന് ലഭിക്കുന്ന ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവി എന്ന് പറയും. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അതിലാണ് ഒരു ജീവാത്മാവിന് ആനന്ദം ലഭിക്കുന്നത്. അതാണ് ജീവാത്മാവിന്റെ യഥാർത്ഥ ധർമ്മം എന്നിവിടെ നാരദ മഹർഷി പറയും. അപ്പോൾ ആ ധർമ്മത്തിലേക്ക് എത്താൻ എല്ലാവരെയും സഹായിക്കണം. അതിനുവേണ്ടിയാണ് ഭഗവാനെ കുറിച്ച് വർണ്ണിക്കാൻ നാരദ മഹർഷി വ്യാസദേവനോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ശ്ലോകം മുതൽ 23-ാമത്തെ ശ്ലോകം മുതൽ നാരദ മഹർഷിയുടെ സ്വന്തം അനുഭവം, പൂർവ്വജന്മത്തിലുണ്ടായ അനുഭവം നാരദ മഹർഷി പറയുകയാണ്. നാരദ മഹർഷിക്ക് എങ്ങനെയാണ് ഇങ്ങനെ സദാസമയം ഭഗവാനെ കീർത്തിക്കാൻ സാധിക്കുന്നത്? എപ്പോഴും നാരദ മഹർഷി എല്ലാ ലോകങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് ഭഗവാന്റെ കീർത്തികൾ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന് നാരദ മഹർഷിക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? എവിടുന്നാണ് നാരദ മഹർഷി ഭഗവാനെ കുറിച്ച് കേട്ടത്? എങ്ങനെയാണ് നാരദ മഹർഷിക്ക് ഭഗവാന്റെ ലീലകളിൽ രുചി ഉണ്ടായത്? എങ്ങനെയാണ് നാരദ മഹർഷിക്ക് ആത്മീയമായിട്ടുള്ള ഒരു ശരീരം ലഭിച്ചത്? എന്തുകൊണ്ടാണ് നാരദ മഹർഷിക്ക് വൈകുണ്ഠ ലോകങ്ങളിൽ, ഭഗവാന്റെ ലോകങ്ങളിൽ നേരിട്ട് പോകാൻ സാധിക്കുന്നത്? അതെങ്ങനെ സാധിച്ചു എന്നുള്ള കാര്യം നാരദ മഹർഷി ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. അപ്പം അതും ഭഗവാന്റെ ലീലകൾ ശ്രവിച്ചത് കൊണ്ട് തന്നെയാണ്. ഭക്തന്മാരിൽ നിന്നും ഭഗവാന്റെ ലീലകൾ ശ്രവിക്കാനുള്ള ഭാഗ്യം നാരദ മഹർഷിക്ക് ലഭിച്ചു. അതിന്റെ ഫലമായിട്ടാണ് നാരദ മഹർഷിക്ക് ഈ സൗകര്യങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ളത്. അപ്പൊ സ്വന്തം അനുഭവം നാരദ മഹർഷി, പൂർവജന്മാനുഭവം അടുത്ത ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അഹം പുരാതീത ഭവേ ഭവം മുനെ ദാസ്യാസ്തു കസ്യാശ്ചന വേദവാദിനാം നിരൂപിതോ ബാലക ഏവ യോഗിനാം ശുശ്രൂഷണേ പ്രാവശ്യ നിർവിവിക്ഷതാം. ഞാൻ മുൻയുഗങ്ങളിൽ, ഒരു പൂർവ്വയുഗത്തിൽ, അടുത്ത കാലത്തൊന്നുമല്ല, പൂർവികമായിട്ടുള്ള ഒരു യുഗത്തിൽ, അഹം പുരാതീത ഭവേ, പണ്ട് ഒരു യുഗത്തിൽ,
ഞാൻ ഒരു ദാസിയുടെ പുത്രനായിരുന്നു എന്ന് പറയുന്നു. ദാസ്യാസ്തുകസ്യാശ്ചന വേദവാദിന. ആ സമയത്ത് തന്റെ അമ്മയ്ക്ക് ഭഗവാന്റെ ഭക്തന്മാരെ, വേദവാദികളായിട്ടുള്ള ഭഗവാന്റെ ഭക്തന്മാരെ സേവിക്കാനുള്ള അവസരം ലഭിച്ചു. തനിക്കും അതിനുള്ള അവസരം ലഭിച്ചു എന്ന് പറയുന്നു. ഞാൻ അവരുടെ സേവനത്തിൽ നിരതനായി. ഭഗവാന്റെ ഭക്തന്മാർ ചതുർമാസ സമയത്ത് അവര് എവിടെയും ചുറ്റി സഞ്ചരിക്കാതെ, മഴക്കാലമാണ്, എവിടെയും സഞ്ചരിക്കാതെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒത്തുകൂടി ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കും, ഭഗവാന്റെ ലീലകളെ കുറിച്ച് ചർച്ച ചെയ്യും. ആ സമയത്ത് അവരെ സേവിക്കാനുള്ള അവസരം എൻ്റെ അമ്മയ്ക്കുണ്ടായി. അതേപോലെ എനിക്കും അവരെ സേവിക്കാനുള്ള അവസരം ലഭിച്ചു എന്നാണ് പറയുന്നത്. ആ സമയത്ത് അവരെന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അവർ ഭഗവാന്റെ ലീലകളെ കുറിച്ച് വിശദമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലകൾ ഇവിടെ ഈ അടുത്ത് മാത്രം കാലത്ത് പറയാൻ തുടങ്ങിയിട്ടുള്ളതല്ല, പുതുതായിട്ടുണ്ടായതല്ല. പുരാതന കാലം മുതലേ എല്ലാ യുഗങ്ങളിലും ഭഗവാന്റെ ലീലകളെ കുറിച്ച് ഉള്ള അറിവ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് ഗുരു പരമ്പര സമ്പ്രദായത്തിലൂടെ അങ്ങനെ ലഭിച്ചതായിരുന്നു. അല്ലെ, നമ്മൾ സാധാരണ വിചാരിക്കും ദ്വാപരയുഗത്തിലാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ചത്. അപ്പോൾ ദ്വാപരയുഗത്തിന് ശേഷം മാത്രമേ ആളുകൾക്ക് ഭഗവാനെ കുറിച്ച് അറിയുകയുള്ളൂ, അതിന്റെ മുന്നേ ആർക്കും അറിയില്ല എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുന്ന ഭാഗവതം എല്ലാ യുഗത്തിലും ഉണ്ടായിരുന്നു. എല്ലാ യുഗത്തിലും ശ്രീമദ് ഭാഗവതമുണ്ട്, അല്ലെ. അത് വ്യത്യസ്തമായിട്ടുള്ള ഗുരുപരമ്പരയിലൂടെ ഭക്തന്മാർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ബ്രഹ്മാവിന്റെ ഗുരുപരമ്പരയിലൂടെ, അതേപോലെ സനകാദി മഹർഷിമാരുടെ ഗുരുപരമ്പരയിലൂടെ, രുദ്രന്റെ പരമ്പരയിലൂടെ, അതേപോലെ ലക്ഷ്മി ദേവിയുടെ പരമ്പരയിലൂടെ, വ്യത്യസ്ത ഗുരുപരമ്പരയിലൂടെ എല്ലാ യുഗങ്ങളിലും ഭഗവാന്റെ ലീലകൾ പ്രചരിച്ചിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് എല്ലാ യുഗത്തിലും അറിയാമായിരുന്നു. ദ്വാപരയുഗത്തിന് ശേഷം മാത്രമല്ല ഭഗവാന്റെ ലീലകൾ ഉണ്ടായത് എന്നുള്ള കാര്യം നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ദ്വാപരയുഗത്തിലാണ് പറയുന്നത്, അല്ല. ഈ ഒരു സംസാരം വേദവ്യാസനും നാരദ മഹർഷിയും തമ്മിൽ നടക്കുന്നത് ദ്വാപരയുഗത്തിന്റെ അവസാനത്തിലാണ്. അപ്പൊ നാരദ മഹർഷി എന്താണ് പറയുന്നത്? പണ്ടൊരു യുഗത്തിൽ ഇങ്ങനെ സംഭവിച്ചു. പണ്ടൊരു യുഗത്തിൽ എന്റെ പൂർവ്വജന്മകാലത്ത് എനിക്ക് ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് കേൾക്കാനുള്ള അവസരമുണ്ടായി. കൃഷ്ണകഥ എന്ന് തന്നെയാണ് നാരദ മഹർഷി പറയുന്നത്. 26ാമത്തെ ശ്ലോകത്തിൽ അത് അങ്ങനെ തന്നെ പറയുന്നുണ്ട്. തത്ര അന്വഹം കൃഷ്ണകഥാ പ്രഗായത അനുഗ്രഹണ ശൃണവം മനോഹര താ ശ്രദ്ധയാമേ അനുപദം വിശൃണ്ണത പ്രിയശ്രവസ്യംഗമമാഭവദ്രുചി. കൃഷ്ണകഥ. തത്രാന്വഹം കൃഷ്ണകഥ. ഞാൻ കേട്ടിട്ടുള്ളത് എന്താണ്? കൃഷ്ണകഥയാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ലീലകൾ തന്നെയാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കണക്കൂട്ടലുകൾ അനുസരിച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ചിട്ടില്ല. പക്ഷെ ഭഗവാൻ അവതരിക്കുന്നതിന്റെ മുന്നേ തന്നെ ഭഗവാന്റെ ലീലകളെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഗുരുപരമ്പരയിലൂടെ അവർക്ക് അറിയാം. മുൻകൽപ്പത്തിൽ ഭഗവാൻ അവതരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെ. ബ്രഹ്മാവിന്റെ ഓരോ പകലിലും ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിക്കുന്നു. അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അവതാര ലീലകൾ ബ്രഹ്മാവ് ഓരോ ദിവസവും കാണുന്നുണ്ട്. അങ്ങനെയുള്ള ബ്രഹ്മാവിന്റെ ഗുരുപരമ്പരയിലൂടെ ഭഗവാന്റെ ലീലകൾ ഭക്തന്മാർക്കും ലഭിക്കുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നു ഈ ഒരു ദ്വാപരയുഗത്തിൽ മാത്രമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതരിച്ചിട്ടുള്ളത്, അതുകൊണ്ട് അതിന്റെ മുന്നേ ആർക്കും ഭഗവാൻ ശ്രീകൃഷ്ണനെ കുറിച്ച് അറിയുകയില്ല, അതുകൊണ്ട് ഇതൊരു പുതിയ കഥയാണ് എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. പൂർവ യുഗത്തിൽ, പണ്ടേതോ ഒരു യുഗത്തിലും നാരദ മഹർഷിയുടെ പൂർവ്വജന്മത്തിൽ നാരദ മഹർഷിക്ക് കൃഷ്ണകഥ കേൾക്കാൻ സാധിച്ചു എന്നിവിടെ പറയുന്നുണ്ട്. തത്രാന്നഹം കൃഷ്ണകഥാ പ്രകായ. അന്നത്തെ ഭക്തന്മാരും കൃഷ്ണകഥ തന്നെയാണ് പറയുന്നത്. അന്നത്തെ ഭക്തന്മാരും ഭാഗവതം തന്നെയാണ് പറയുന്നത്, അല്ലെ. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഇപ്പോൾ ഭാഗവതം രചിച്ചിട്ടില്ലല്ലോ, നാരദ മഹർഷിക്ക് ഭാഗവതം രചിക്കാനുള്ള നിർദ്ദേശമല്ലേ നൽകിയിട്ടുള്ളത്? ഭാഗവതം രചിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഭാഗവതം ശ്രുതിയായിട്ട് അങ്ങനെ ഗുരുപരമ്പരയിലൂടെ വരുന്നുണ്ട്. പക്ഷെ ആ ഗുരുപരമ്പരയിലുള്ളവർക്ക് മാത്രമേ അറിയുകയുള്ളൂ. സാധാരണ ജനങ്ങൾക്ക് അറിയുന്നില്ല. ആ സാധാരണ ജനങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടാണ്
നാരദ മഹർഷി ഭാഗവതം രചിക്കാൻ വേണ്ടി, എഴുതി വെക്കാൻ വേണ്ടി വ്യാസദേവനോട് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ആ പൂർവജന്മത്തിൽ ഇങ്ങനെയുള്ള ഭഗവാന്റെ ഭക്തന്മാരെ ശുശ്രൂഷിക്കാനുള്ള, അവർക്ക് സേവനം ചെയ്യാനുള്ള അവസരം തനിക്ക് ലഭിച്ചു എന്ന് നാരദ മഹർഷി പറഞ്ഞു. അവർക്ക് നാരദ മഹർഷിയോട് വലിയ താല്പര്യമുണ്ടായി എന്ന് പറയും. കാരണം എന്താണ്? നാരദ മഹർഷി ചെറുപ്പത്തിൽ തന്നെ കുറച്ച് ആത്മീയമായിട്ട് താല്പര്യമുള്ള വ്യക്തിയായിരുന്നു. ആത്മീയ സ്വഭാവമൊക്കെ കാണിക്കുന്ന വ്യക്തിയായിരുന്നു. എന്തായിരുന്നു ആ പൂർവ്വജന്മത്തിലെ സ്വഭാവം എന്ന് 24ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. നാരദ മഹർഷി സ്വന്തം പൂർവ്വജന്മത്തിലെ സ്വഭാവത്തിനെ കുറിച്ച് പറയുകയാണ് 24ാമത്തെ ശ്ലോകത്തിൽ. തേ മയ്യഭേദാഖില ചാപലേർഭഗേ താന്തേ ധൃതക്രീഡനകേ അനുവർത്തിനി ചക്രുകൃപാം യദ്യപി തുല്യദർശന ശുശ്രൂഷമാണേ മുനയോ അല്പഭാഷിണി. ഇതൊക്കെ നാരദ മഹർഷിയുടെ സ്വഭാവ സവിശേഷതകളാണ് പൂർവ്വജന്മത്തിന്. എന്താണ്? തേ മയ്യ ഭേദ ഖിലച്ഛാപലേ അർഭകേ താന്തേ ധൃത ക്രീഡനകേ അനുവർത്തിനി. ഞാൻ ചെറുപ്പം മുതലേ, കുട്ടിയാണെങ്കിൽ പോലും ഇന്ദ്രിയ നിയന്ത്രണമുള്ള വ്യക്തിയായിരുന്നു, ആത്മനിയന്ത്രണമുള്ള വ്യക്തിയായിരുന്നു. ഒരു സാധാരണ കുട്ടിയെ പോലെ അങ്ങനെ ഓടി നടന്ന് വികൃതിയൊന്നും കാണിക്കുന്ന കുട്ടിയായിരുന്നില്ല. ഒരു ശാന്തനായിട്ടുള്ള ആത്മനിയന്ത്രണമുള്ള കുട്ടിയായിരുന്നു. ദാന്തേ, ഇന്ദ്രിയ നിയന്ത്രണമുള്ള കുട്ടിയായിരുന്നു. അധൃത ക്രീഡനകയെ അനുവർത്തനി. ഈ സ്പോർട്സ് പോലെയുള്ള കായിക വിനോദങ്ങളിലൊന്നും എനിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. അല്ലെ, കുട്ടികളൊക്കെ ഫുട്ബോൾ കളിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കളിക്കും. പക്ഷെ ഞാൻ അങ്ങനെ കളികളിലൊന്നും ഏർപ്പെടാൻ എനിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. ശുശ്രൂഷമാണ് മുനയോ അല്പഭാഷണി. ഞാൻ അനാവശ്യമായിട്ട് സംസാരിക്കുന്ന ശീലമുള്ള വ്യക്തിയുമായിരുന്നില്ല. അല്ലെ, കുട്ടികളാണെങ്കിൽ അങ്ങനെ പലതും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നാരദ മഹർഷി ചെറുപ്പത്തിൽ തന്നെ അല്പഭാഷണിയായിരുന്നു, ആവശ്യത്തിന് മാത്രം സംസാരിക്കുന്ന ശീലമുള്ള വ്യക്തിയായിരുന്നു. മാത്രമല്ല അനുവർത്തിനി, മുതിർന്നവർ പറഞ്ഞാൽ അനുസരിക്കുന്ന കുട്ടി കൂടിയായിരുന്നു. അനുസരണശീലമുള്ള ഒരു ബാലകനായിരുന്നു. അപ്പൊ ഈ സ്വഭാവങ്ങളെല്ലാം ഒരു കുട്ടിയിൽ തന്നെ കണ്ട സമയത്ത് ആ മഹർഷിമാർക്കും ഭഗവാന്റെ ഭക്തന്മാർക്കും വലിയ താല്പര്യമുണ്ടായി. അവർ നാരദ മഹർഷിയോട് കൂടുതൽ അടുത്തു. അവര് നാരദ മഹർഷിയെ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. നാരദ മഹർഷിയുടെ സേവനത്തിൽ അവർ സംതൃപ്തരായി. അവർ നാരദ മഹർഷിയെ അനുഗ്രഹിച്ചു എന്ന് പറയാം. അഹൈതുകമായിട്ടുള്ള കൃപയാൽ അവർ നാരദ മഹർഷിയെ അനുഗ്രഹിച്ചു എന്ന് പറയും. ചക്രു കൃപാം യദ്യപി തുല്യദർശന. അവരുടെ കൃപ എനിക്ക് ലഭിക്കാനുള്ള ഭാഗ്യമുണ്ടായി എന്ന് പറയും. നാരദ മഹർഷി ചെറുപ്പത്തിലെ തന്നെ ആത്മീയമായിട്ടുള്ള സ്വഭാവങ്ങൾ കാണിച്ചിട്ടുള്ള കുട്ടിയായിരുന്നു. അവരെ സേവിക്കാൻ നാരദ മഹർഷിക്ക് വലിയ താല്പര്യമായിരുന്നു. അങ്ങനെ അവരെ സേവിക്കുന്നതിനിടയിൽ ഒരു പ്രാവശ്യം എന്ത് സംഭവിച്ചു? ഒരു പ്രാവശ്യം അവരുടെ അനുമതിയോടുകൂടി, ആ ഭക്തന്മാരുടെ അനുമതിയോടുകൂടി അവർ ഭക്ഷിച്ചിരുന്ന ആ ഭഗവാന്റെ പ്രസാദത്തിന്റെ ബാക്കി അവർ കഴിച്ചു. ബാക്കിയുള്ള അതിന്റെ ഉച്ഛിഷ്ടം നാരദ മഹർഷി കഴിച്ചു എന്ന് പറയും. അവരുടെ അനുമതിയോടുകൂടി കഴിച്ചു. 25ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, ഉച്ഛിഷ്ടലേപാനനുമോദിതോ ദ്വിജേ സ്കൃത്സ്മാ തതപാസ്തകിൽഭിഷം ഏവം പ്രവൃത്തസ്യ വിശുദ്ധചേതസാ തദ്ധർമ്മ ഏവാത്മരുചി പ്രചായതേ. അവരുടെ ആ പ്രസാദം കഴിച്ച സമയത്ത് നാരദ മഹർഷിയുടെ എല്ലാവിധ പാപങ്ങളും ഇല്ലാതായി തീർന്നു എന്ന് പറയും. അതേപോലെ ഭഗവാന്റെ ലീലകൾ കേൾക്കുന്നതിൽ നാരദ മഹർഷിക്ക് സ്വാഭാവികമായിട്ട് താല്പര്യമുണ്ടാവുകയും ചെയ്തു എന്ന് പറയും. ഇപ്പൊ ഭൗതികമായിട്ടുള്ള മനസ്സുള്ള ഒരു വ്യക്തിക്ക് ഭഗവാന്റെ ലീലകൾ ശ്രവിക്കുന്നതിൽ അത്ര താല്പര്യം ഉണ്ടാവുകയില്ല. അപ്പോൾ ഈ മഹർഷിമാരുടെ അനുഗ്രഹം കൊണ്ടാണ് നാരദ മഹർഷിക്ക് ആ ഒരു താല്പര്യം ഉണ്ടായത്. അവർ കഴിച്ച പ്രസാദത്തിന്റെ ബാക്കി കഴിച്ചത് കൊണ്ട് നാരദ മഹർഷിയുടെ മനസ്സും ശുദ്ധമായി മാറി. നാരദ മഹർഷിയിലും ഭഗവത് ഭക്തി ഉണ്ടായി വന്നു എന്ന് പറയും. അല്ലെ, ഗുരു കൃഷ്ണപ്രസാദേ ഭൈ ഭക്തിലതാ ബീജ്. ഭക്തി ലഭിക്കണമെങ്കിൽ ഗുരുവിന്റെയും കൃഷ്ണന്റെയും പ്രസാദം ഉണ്ടായിരിക്കണം. അങ്ങനെ നാരദ മഹർഷിക്ക് അവരുടെ പ്രസാദം കഴിച്ചത് കൊണ്ട് ആ ഭക്തി നാരദ മഹർഷിയിലേക്കും വന്നു എന്ന് പറയും. ശ്രീല പ്രഭുപാദർ അതിന്റെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്,
ഈ ഭക്തി ഒരു അസുഖം പോലെ പകരുന്നതാണ്. അല്ലെ, ഒരു അസുഖം പോലെ പകരുന്നതാണ് ഭക്തി. നമ്മൾ ഭക്തിയുള്ള ഒരു വ്യക്തിയുമായിട്ട് സത്സംഗത്തിൽ വന്നു കഴിഞ്ഞാൽ, ആ വ്യക്തിയുമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ നമ്മൾക്കും സ്വാഭാവികമായിട്ട് ഭക്തി ഉണ്ടാകും. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, നമ്മൾ ഏത് ഗുണമുള്ള വ്യക്തിയോടാണോ കൂട്ടുകൂടുന്നത് ആ ഗുണം സ്വാഭാവികമായിട്ട് നമ്മളിലും എത്തിച്ചേരും എന്ന് പറയുന്നുണ്ട്. അല്ലെ, ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? കാരണം ഗുണസംഗസ്യ സത് അസത് യോനി ജന്മസു എന്ന് ഭഗവാൻ പറയും. ഗുണസംഗം, ഏത് ഗുണത്തിലുള്ള വ്യക്തിയോടാണോ നമ്മൾ കൂട്ടുകൂടുന്നത്, സമ്പർക്കത്തിൽ വരുന്നത്, ആ ഗുണം നമ്മളിലേക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ അറിയാതെ തന്നെ വന്നു ചേരും എന്നുള്ളതാണ് നിയമം. നമ്മൾ തമോ ഗുണത്തിലുള്ള ഒരു വ്യക്തിയുമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ നമ്മൾ തമോ ഗുണം ഉണ്ടാകും. രജോ ഗുണത്തിലുള്ള വ്യക്തിയുമായിട്ടാണ് സമ്പർക്കത്തിൽ വരുന്നതെങ്കിൽ രജോ ഗുണം ഉണ്ടാകും. ഇനി സാത്വിക ഗുണമുള്ള വ്യക്തിയോട് കൂട്ടുകൂടുകയാണെങ്കിൽ നമ്മളിൽ സാത്വിക ഗുണം ഉണ്ടാകും. അതേപോലെ ഭക്തന്മാരോട് കൂട്ടുകൂടുകയാണെങ്കിൽ നമ്മൾക്ക് സ്വാഭാവികമായിട്ടും ഭക്തി ഉണ്ടാകും. അപ്പൊ ഭക്തി ഉണ്ടാകാനുള്ള ഏക വഴി എന്താണ്? ഭക്തന്മാരോട് സമ്പർക്കത്തിൽ വരുന്നതിലൂടെ മാത്രമാണ്, ഭക്തന്മാരെ സേവിക്കുന്നതിലൂടെ മാത്രമാണ് ഭക്തി ഉണ്ടാകുന്നത്. കാരണം അത് പകരുന്നതാണ്. ശ്രീല പ്രഭാകർ പറയുന്നത്, രോഗതുല്യം സാംക്രമികമാണ് ശുദ്ധഭക്തി. ഒരു രോഗം പകരുന്നത് എങ്ങനെയാണ്? ഒരു രോഗിയുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോഴാണ്. ഒരു രോഗിയുടെ അടുത്ത് പോയി പെരുമാറിക്കഴിഞ്ഞാൽ നമ്മൾക്കും ആ രോഗമുണ്ടാകും. പനിയുള്ള വ്യക്തിയുമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ പനിയുണ്ടാകും. അതേപോലെ ഭക്തിയുള്ള ഒരു വ്യക്തിയുമായിട്ട് കൂട്ടുകൂടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഭക്തി ഉണ്ടാകും. അപ്പോൾ ഭഗവാന്റെ ഈ ശുദ്ധഭക്തന്മാരിൽ നിന്നും പകർന്നു കിട്ടിയിട്ടുള്ളതാണ് നാരദ മഹർഷിക്ക് ഭക്തിയുടെ ബീജം എന്ന് പറയും. അതിനുശേഷം നാരദ മഹർഷിയിലുണ്ടായ മാറ്റങ്ങളെ കുറിച്ചൊക്കെ അടുത്ത ശ്ലോകങ്ങളിൽ നാരദ മഹർഷി വ്യാസദേവനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഇപ്പോൾ നമ്മൾ വായിച്ചതിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ.